ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 3-ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണ്? ഉറക്കെ പറഞ്ഞോളൂ. ആർപ്പോ ഇറോ. ഉറക്കെ പറഞ്ഞോളൂ കൂട്ടുകാരെ. ആർപ്പോ ഇറോ. കൂട്ടുകാർ എവിടെയെങ്കിലും ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? എവിടെയാണ്? വള്ളംകളിയിലാണല്ലേ. വള്ളം കളിക്കുന്നവർ ആവേശത്തിനായി പറയുന്ന വാക്കാണല്ലേ ആർപ്പോ ഇറോ. കൂട്ടുകാരെ, നമുക്കിന്ന് ഒത്തിരി കളികളെ കുറിച്ച് പലതരത്തിലുള്ള പാട്ടുകളും കഥകളും ഒക്കെ പഠിച്ചാലോ? പഠിക്കാം. അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേര് ഒന്നുകൂടെ പറഞ്ഞോളൂ. ആർപ്പോ ഇറോ. ആദ്യം നമുക്കൊരു കവിതയായാലോ? ആർപ്പോ ഇറോ. ആർപ്പോ ഇറോ ഇറോ ഇറോ. ആർപ്പോ ഇറോ ഇറോ ഇറോ. ഓടി വരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരെ. ഓടി വരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരെ. ആർപ്പോ ഇറോ കൂടെ വരൂ കൂട്ടരെ. ആർപ്പോ കൂടെ വരൂ കൂട്ടരെ. എന്തിനാണ് കൂട്ടുകാരെ ഓടി കൂടെ വരാൻ പറയുന്നത്? ഒത്തിരി ഗെയിം കളിക്കാനുണ്ടല്ലേ. അപ്പോൾ നമുക്കിന്ന് ഓരോരോ കളികളായിട്ട് നോക്കാം കൂട്ടുകാരെ. നോക്കാം. ഇവിടെ 2 കുഞ്ഞുങ്ങൾ കളിച്ച് രസിക്കുന്നത് കാണാമല്ലേ കൂട്ടുകാരെ? അതെ, കളിയരങ്ങ്. ഇവിടെ എന്തൊക്കെ കാണാം കൂട്ടുകാരെ? 3 കുട്ടികൾ എന്ത് ചെയ്യുന്നു? തുള്ളി കളിക്കുകയാണല്ലേ. പിന്നെയോ 3 പേര് പുലിക്കളി കളിക്കുന്നുണ്ട്. പലതരത്തിൽ നമുക്ക് കളികൾ ഉണ്ടല്ലേ. ഏതൊക്കെ കളികൾ കൂട്ടുകാർക്കറിയാം? ഒളിച്ചുകളി, വട്ടുകളി, കൊട്ടുകളി, തൊട്ടുകളി. പിന്നെ അങ്ങനെ അങ്ങനെ നീളുകയാണല്ലേ. നോക്കി കൂട്ടുകാരെ, 3 പുലിക്കുട്ടന്മാർ പാട്ട് പാടിയാണ് കളിക്കുന്നത്. എന്ത് പാട്ടാണ്? നമുക്കും പാടി നോക്കാം. പാടിക്കോളൂ. അപ്പം ചുട്ട് അടയും ചുട്ട് ഇലേം വാട്ടി പൊതിഞ്ഞ് കെട്ടി. അപ്പം ചുട്ട് അടയും ചുട്ട് ഇലേം വാട്ടി പൊതിഞ്ഞ് കെട്ടി. പടിം കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിളി. പടിം കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിളി. ചെണ്ട കൊട്ടി കൂട്ടുകാർ ഉച്ചത്തിൽ എങ്ങനെ പാടുകയാണ്. ഇത്തരത്തിലുള്ള വേറെ എന്തൊക്കെ പാട്ടുകൾ കൂട്ടുകാർക്കറിയാം? കളിക്കാനായി മാത്രം പാടുന്ന പാട്ടുകൾ അറിയാമോ? പാടിക്കോളൂ. ഞാനൊരു പാട്ട് പാടിത്തരാം. മാണിക്യച്ചെമ്പഴുക്ക. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. മാണിക്യച്ചെമ്പഴുക്ക കളി കളിക്കാൻ നമ്മൾ ഈ പാട്ട് പാടിയാണ് കളിക്കാറ്. പാടിക്കോളൂ. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. അക്കയിലോ മാണിക്യച്ചെമ്പഴുക്ക. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. നടുവിലിരിക്കുന്ന വിരുദനറിയാതെ ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. ഇനി ഏതൊക്കെ കളികളാണ് നമ്മളിതുപോലെ പാട്ടുപാടി കളിക്കാറുള്ളത്? കൂട്ടുകാർക്ക് അറിയാമോ? അറിയാവുന്ന പാട്ടുകൾ എഴുതിക്കോളൂ. മാനത്ത് പട്ടം മറ്റൊരു കവിതയാണ്. നിങ്ങളെപ്പോലെ കൂട്ടുകാർ പട്ടം പറത്തി കളിക്കുകയായിരുന്നു. അപ്പോഴതാ ഒരു പട്ടം പറന്നു പൊങ്ങി. അത് ആകാശത്തിലൂടെ അങ്ങനെ പറന്നു നടന്നു. ആകാശത്തിലൂടെ പറന്നു നടന്നപ്പോൾ പട്ടം ഒത്തിരി കാഴ്ചകൾ കണ്ടു. എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? കൂട്ടുകാരിവിടെ ചിത്രത്തിൽ നോക്കിയേ. എന്തൊക്കെ കാഴ്ചകൾ കാണാം? മനോഹരമായ കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാമല്ലേ. പിന്നെയോ അരുവി കാണാം. ഒത്തിരി വാഹനങ്ങൾ കാണാമല്ലേ. പിന്നെയോ പക്ഷികളെയും മൃഗങ്ങളെയും പൂക്കളെയും ഒക്കെ കാണാമല്ലേ കൂട്ടുകാരെ. ഇതൊക്കെ നമ്മുടെ പട്ടം കണ്ടിട്ടുണ്ടാവുമോ? കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് പട്ടം കണ്ട കാഴ്ചകളൊന്ന് കവിതയായി പാടി നോക്കിയാലോ? പാടാം.
മാനത്ത് പട്ടം. പട്ടം മാനത്ത് പട്ടം. വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. മീന് കണ്ടു, പാറ കണ്ടു, പട്ടം പറന്നു. പട്ടം മാനത്ത് പട്ടം. വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. മീന് കണ്ടു, പാറ കണ്ടു, പട്ടം പറന്നു. പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. പട്ടം മാനത്ത് പട്ടം. വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. മീന് കണ്ടു, പാറ കണ്ടു, പട്ടം പറന്നു. പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. പട്ടം പറന്നു. അപ്പൊ കൂട്ടുകാരെ, ആകാശത്ത് പറന്നു നടന്ന പട്ടം എന്തൊക്കെയാണ് കണ്ടത്? പറഞ്ഞോളൂ. പട്ടം മാനത്തങ്ങനെ പറന്ന് നടന്നു. പട്ടം പറന്ന് പറന്ന് ആദ്യം കുഞ്ഞി വീട് കണ്ടു. പിന്നെ മനോഹരമായ കാട് കണ്ടു. അത് കഴിഞ്ഞിട്ടോ വണ്ടികൾ കണ്ടു. ഏതൊക്കെ വണ്ടികളാണ്? കാറും ലോറിയും ഒക്കെ കണ്ടു അല്ലേ? പിന്നെയും പട്ടം അങ്ങനെ പറന്നു. പിന്നെന്ത് കണ്ടു? മീനുകൾ കണ്ടു, പാറകൾ കണ്ടു. പിന്നെയും അങ്ങനെ പറന്ന് 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 നടന്നു. ഒന്ന് പാടിയേ കൂട്ടുകാരെ. ഇത്രയും വരികളൊന്ന് ഉറക്കെ പാടി നോക്കൂ. പട്ടം മാനത്ത് പട്ടം. വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. മീന് കണ്ടു, പാറ കണ്ടു, പട്ടം പറന്നു. പട്ടം മാനത്ത് പട്ടം. വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. മീന് കണ്ടു, പാറ കണ്ടു, പട്ടം പറന്നു. പട്ടം പറന്നു. പിന്നെയും പറന്നുപോയ പട്ടം പിന്നെന്തൊക്കെയാ കണ്ടത്? പൂമല കണ്ടു. വലിയ മലയില് ഒത്തിരി പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞു പട്ടം കണ്ടു. പിന്നെയോ പൂമരം കണ്ടു. പിന്നെ പുഴ കണ്ടു, വഴി കണ്ടു. അങ്ങനെ അങ്ങനെ നമ്മുടെ പട്ടം പറന്നു. എന്തൊക്കെയാ കണ്ടത്? പാടാം. പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. പട്ടം പറന്നു. പട്ടം പറന്നു. ഒരിക്കൽ കൂടെ പാട്ട് പാടാം. പട്ടം മാനത്ത് പട്ടം. വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. മീന് കണ്ടു, പാറ കണ്ടു, പട്ടം പറന്നു. പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. പട്ടം പറന്നു. കൂട്ടുകാരെ, കവിത ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? പട്ടം കണ്ട കാഴ്ചകളൊക്കെ മനസ്സിലായോ? മാനത്ത് പാറി നടന്ന പട്ടം കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലേ? കളിയരങ്ങ്. അറിയാമോ? പറയാമോ? കൂട്ടുകാരെ, കളിക്കാനായി ഒത്തിരി ഉപകരണങ്ങൾ വേണമല്ലേ? പണ്ടുകാലങ്ങളിൽ നമുക്ക് ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാ ഉപകരണങ്ങൾ? മച്ചിങ്ങായും പിന്നെ കയറും വാഴയിലയും ഒക്കെ കൊണ്ട് നമ്മൾ പലതരം കളി ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? അതെ, കൂട്ടുകാർക്ക് അറിയാമോ? അറിയാമെങ്കിൽ പറയാമോ? ഇനി അടുത്തും മറ്റൊരു കവിതയാണ്. കളിയരങ്ങ്. അറിയാമോ? പറയാമോ? അറിയാമോ? പറയാമോ? കളിയുടെ പേരുകൾ പറയാമോ? അറിയാമോ? പറയാമോ? കളിയുടെ പേരുകൾ പറയാമോ? അറിയാമേ? പറയാമേ? കളിയുടെ പേരുകൾ പറയാമേ? അറിയാമേ? പറയാമേ? കളിയുടെ പേരുകൾ പറയാമേ? പാവ കളിക്കൽ, തൊട്ടു കളിക്കൽ, ഓടിക്കളിയും കളിയാണേ.
പാവ കളിക്കൽ തൊട്ടു കളിക്കൽ ഓടിക്കളിയും കളിയാണ്. കൂട്ടുകാരെ, ഇതിൽ ഒത്തിരി കളികളുടെ പേര് പറയുന്നുണ്ടല്ലേ. ഏതൊക്കെ കളികളാണ്? പാവകളികൾ, തൊട്ടുകളി, ഓടിക്കളി, പിന്നെയോ ചാടിക്കളി, പാടിക്കളി, തുള്ളിക്കളി. ഇതെല്ലാം കളികളാണല്ലേ. അതെ, ഇവിടെ നമ്മുടെ കൂട്ടുകാരും ഒരു കളി കളിക്കുകയാണല്ലേ. അവരുടെ കയ്യിൽ പലതരത്തിലുള്ള കളി ഉപകരണങ്ങളും ഉണ്ട്. കണ്ടോ, ഓലയില വെച്ചിട്ട് പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് കളിക്കാനായി ഉണ്ടാക്കാൻ കഴിയും. ഏതൊക്കെയാണവ? അടുത്ത അതേപ്പറ്റിയാണ്. നോക്കിയേ, കളിപ്പാട്ടങ്ങൾ വേണ്ടേ? അതെ, കളിക്കാനാണെങ്കിൽ കളിപ്പാട്ടങ്ങൾ വേണം. അപ്പോൾ നമുക്ക് മരങ്ങളോട് ചോദിച്ചാലോ? കളിപ്പാട്ടം നമുക്കുണ്ടാക്കി തരാൻ മരങ്ങളോട് പറയാം. കുഞ്ഞിക്കിളി മരങ്ങളോട് ചോദിക്കുവാണ്, മരമേ മരമേ, പുന്നാര മരമേ, എനിക്കൊരു കൊച്ചു കളിപ്പാട്ടം തരുമോ? അപ്പോൾ മരം ചോദിച്ചു, പന്ത് വേണോ, പാവ വേണോ, പമ്പരം വേണോ, എന്താ വേണ്ടത് ചോദിച്ചോ, ഞാൻ നിനക്ക് തരാലോ. അപ്പം നമുക്ക് കവിതയിലൂടെ മരത്തിനോട് ചോദിച്ചാലോ? മരമേ മരമേ പുന്നാരെ, തരുമോ കൊച്ചു കളിപ്പാട്ടം? മരമേ മരമേ പുന്നാരെ, തരുമോ കൊച്ചു കളിപ്പാട്ടം? പന്ത് വേണോ, പാവ വേണോ, പമ്പരം വേണോ, പറഞ്ഞോളൂ. പന്ത് വേണോ, പാവ വേണോ, പമ്പരം വേണോ, പറഞ്ഞോളൂ. വേണം 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 ഓല കൊണ്ടൊരു പിപി, ഓല പിപി. വേണം 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 ഓല കൊണ്ടൊരു പന്ത്, ഓല പന്ത്. വേണം 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 ഓല കൊണ്ടൊരു കിളി, ഓലക്കിളി. മരമേ മരമേ പുന്നാരെ, തരുമോ കൊച്ചു കളിപ്പാട്ടം? മരമേ മരമേ പുന്നാരെ, തരുമോ കൊച്ചു കളിപ്പാട്ടം? കൂട്ടുകാരെ, നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഒത്തിരി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമല്ലേ. വാഴയിലയും ഓലയിലയും മച്ചിങ്ങായും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം. ഓല കണ്ണട, ഓല പീപ്പി, ഓലക്കിളി, ഓലക്കൂട, പിന്നെ മച്ചിങ്ങ കൊണ്ട് വണ്ടിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ കൂട്ടുകാരെ, ഒത്തിരി കളികളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതല്ലേ. ഇതിൽ ഏതൊക്കെ ഗെയിമുകളാണ് കൂട്ടുകാരെ കളിക്കാറുള്ളത്? കുറേയൊക്കെ കളിക്കാറുണ്ടല്ലേ. ഓലയില വെച്ചിട്ട് ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിത്തരാൻ അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ പറയണേ. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? കവിതകളൊക്കെ പഠിച്ചോ? കവിതകളൊക്കെ നന്നായി പാടി പഠിച്ചോളൂ. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്